നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലോട് നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. വിഷ്ണു മെഡ്രാസിലിരിക്കുന്നു. ഞാൻ ദുബായിലാണ് ഇരിക്കുന്നു. നിങ്ങളുടെ ചോദ്യത്തിന് ഒരൊപ്പം ലിങ്കിൽ ചേർന്ന് ഉത്തരം പറയാം. സർ, നിഫ്റ്റിന്റെ ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ -4%. ഗോൾഡിന്റെ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ വന്നിട്ട് 11.4%. ഇത് വന്നിട്ട് വേഴ്സ്റ്റ് ഈസ് നോട്ട് ഓവർ എന്നതിന് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ വേഴ്സ്റ്റ് ടൈം തീർന്നു എന്നതിനൊരു ഇൻഡിക്കേഷൻ ഇരിക്കുമല്ലേ സർ? ഇങ്ങനത്തെ ഇൻഡിക്കേഷൻസ് ആണ് ഒരു ഇൻവെസ്റ്റർ ശ്രദ്ധിക്കണമെന്ന് കുറച്ച് പറഞ്ഞാൽ നന്നായിരിക്കും സർ. ഇപ്പോൾ വന്നിട്ട് അമേരിക്കയിൽ ഭൂമി എന്താകുന്നു എന്ന് നോക്കണം. ആ ബബിൾ എപ്പോൾ ബേസ്റ്റ് ആകുന്നു അതിന് റിപ്ലിക്കേഷൻ ഇന്ത്യ ഫുള്ളും ഇരിക്കുന്നു. ആ ബബിൾ ബേസ്റ്റ് ആകുന്ന എന്ന് നമ്മൾ നോക്കണം. അടുത്ത് ജെറോം പോളിന് ബദലായിട്ട് മെയ് മാസം ഫെഡറൽ റിസർവ് ആരെ ചീഫായി ഇടുന്നു എന്ന് നോക്കണം. അതിൻ്റെ ശേഷം പിന്നെ അവർ മോണിറ്ററി പോളിസി എങ്ങനെയാണ് ഇരിക്കുന്നു എന്നതിനെയും നോക്കണം. അതിൻ്റെ ശേഷം തന്നെ നമ്മൾ ട്രെൻഡ് നോക്കാൻ പറ്റും. സർ, LG ഇലക്ട്രോണിക്സ് ഒക്ടോബർ 7-ാം തീയതി IPO ലോഞ്ച് ചെയ്യുന്നു 15,000 കോടി രൂപയ്ക്ക്. ഇതിലും ദായം ഉരുട്ടി നോക്കാമോ സർ? ഞായർ നിങ്ങളെ വേണ്ടെന്ന് പറയാൻ ഉണ്ടാക്കി എന്താ എന്ന് പറഞ്ഞ് ഓർമ്മ വെച്ച് നിങ്ങൾ ചെയ്യണമല്ല. പുള്ള കാശിനെ എടുത്തിട്ട് വെളിനാട്ടിനെ എടുത്തിട്ട് പോകും. നിങ്ങൾക്ക് ഒന്നും മീതി ഇരിക്കത്തില്ല. LG കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് പറയുന്നു അടുത്ത ടൊയോറ്റ IPO വരാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുന്നു. സർ, ബേസിക്കായി എന്ത് പറയും? ടൊയോട്ട വാങ്ങണമെങ്കിൽ അബ്രോഡിൽ നോക്കാൻ പറയും. ഇവിടെ എന്തെങ്കിലും കാർ കമ്പനീസ് കൺസിഡർ ചെയ്യാമോ എന്ന് ചോദിച്ചാലും ബദലായിട്ട് എബ്രോഡിൽ നിങ്ങൾ ടൊയോട്ട കൺസിഡർ ചെയ്യാം എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ടൊയോട്ട ഇന്ത്യക്ക് വരുന്നു എന്നാൽ ഹുണ്ട എന്ത് റൂട്ട് എടുത്തോ ആ റൂട്ട് തന്നെ ടൊയോട്ടയും ഇന്ത്യയിൽ എടുക്കാൻ പോകുന്നു. ഇന്ത്യൻ മാർക്കറ്റ് അട്രാക്റ്റീവ് ആയിരിക്കുന്നു. ഇവിടെ IPO ഇട്ട് കാശ് എടുത്തിട്ട് പോകാനാണ് തീരുമാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമോ സർ? ടൊയോറ്റയും ചെയ്യുന്നു പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യത്തില്ല? ചെയ്യും. ലോകം ഫുള്ളായിട്ട് അവരുടെ ഗ്ലോബൽ മാർക്കറ്റിന് 9 times 8 times ആണ് ഏർണിങ്സ്. കമ്പനിക്ക് നോക്കുമ്പോൾ അവരെ സബ്സിഡറിക്ക് നിങ്ങൾ 40 times കൊടുക്കുമ്പോൾ ഇവിടെയും ഉരുട്ടി കുറച്ച് കാശ് എടുക്കുകയാണെന്ന് നോക്കും. പക്ഷെ അത് വേറെ ഇന്ത്യ ബിസിനസ് മാത്രമാണ്. ബെറ്റർ നിങ്ങൾ ടൊയോറ്റ ഗ്ലോബലി വാങ്ങിയതിന് ഗ്ലോബൽ ബിസിനസ് നിങ്ങൾക്ക് കിട്ടും. സർ, റിലയൻസ് റീറ്റെയിലിന്റെ വർത്ത് വന്നിട്ട് $143 ബില്യൺ എന്നും വേറെ വർത്ത് വന്നിട്ട് $133 ബില്യൺ എന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ലിസ്റ്റ് പടി നോക്കുമ്പോൾ മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ റിച്ചസ്റ്റ് പേഴ്സൺ. കോമൺ മാൻ്റെ കോസ്റ്റ്യൂം എന്തായിരിക്കുന്നു എന്ന് വെച്ചാൽ അവർ എത്രയും വലിയ പണക്കാരര് അവരെ കമ്പനി അവർ നഷ്ടത്തിൽ വിടുമോ അവർ തീർച്ചയായിട്ടും അവർ കമ്പനി അങ്ങനെ കൊണ്ടുപോകാൻ വിടത്തില്ല. ഇതിനൊരു ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ച് അവരെ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവർ ഡൻസോയെ വന്നിട്ട് ഉടനെ അവർ ക്ലോസ് ചെയ്തു എന്നതിന് അവർ മറന്നായിരുന്നു. ഇതിനെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ എന്താ സാർ? ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഒപ്പം അവർ കമ്പയർ ചെയ്ത് ചോദിക്കുന്നു സാർ. ഞാൻ കമ്പനിയെ സിങ്ക് ചെയ്യുന്ന എവിടെയും പറഞ്ഞില്ലല്ലോ. അവർ കമ്പനിയെ സിങ്ക് ചെയ്യാൻ വിടുമെന്നാണ് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞതിന് അവർ ചെയ്തില്ല, അത്രയും തന്നെ. കടൻ കുറയ്ക്കും, 0 ആക്കും 5 വർഷത്തിൽ എന്ന് പറഞ്ഞു. കടനെ അവർ 0 ആക്കിയില്ല, അത്രയും തന്നെ. ഈ 143 130 റിലയൻസ് ഇരിക്കുന്നതൊക്കെ it's not the money in the bank, it's a value of a shares as of today. Tomorrow this value of share can become 0 or higher. So ഇതിനെ വെച്ച് കമ്പനി സ്ട്രെങ്ത് എന്ന് നിങ്ങൾ പറയാൻ പറ്റൂല. അസല അവരുടെ അടുത്ത് എത്ര ഇരിക്കുന്നു എന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും. മുമ്പേ ഇവരെ ബ്രദർ അനിൽ അംബാനി ഇവരെക്കാട്ടിൽ വെൽത്തിയായിരുന്നു. ഇന്നവർ ആൽമോസ്റ്റ് ബാങ്ക്രപ്റ്റ് ആയി. 1990s വിജയ് മല്യയുടെ ടോട്ടൽ കമ്പനി നോക്കിയെങ്കിൽ റിലയൻസിനും ടാറ്റയ്ക്കും ഈക്വൽ ആയിട്ടാണ് ഇരുന്നു. ഇന്നവർ ബാങ്ക്രപ്റ്റ് ആയി. ഇന്നിരിക്കുന്ന ഈ പൊസിഷനെ വെച്ച് തിരികെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. സാർ, കാർ സെയിൽസിന്റെ ഫിഗേഴ്സ് വന്നിരിക്കുന്നു. നോക്കിയാൽ കുറച്ച് നല്ലതായിരിക്കുന്ന പോലെ ഇരിക്കുന്നു. സെയിൽസ് ഇപ്പോൾ GST കുറച്ച കാരണം സെയിൽസ് കൂടുതൽ ഇരിക്കുന്നു എന്ന ന്യൂസ് നമ്മളിപ്പോൾ നോക്കുന്നു. ഇപ്പോൾ അടുത്ത ക്വാർട്ടറിന്റെ പ്രോഫിറ്റ് റവന്യൂ നന്നായിരിക്കും എന്ന എക്സ്പെക്ടേഷനിൽ ഇപ്പോഴേ നമുക്ക് ഓട്ടോ സ്റ്റോക്സിന്റെ അകത്ത് കംപ്ലീറ്റ് ഡൈവ് ചെയ്യാമോ എന്നൊരു ചോദ്യം ഇരിക്കുന്നു. അതുമല്ലാതെ ഞാൻ നിങ്ങളെ ടിഫൻ കോഫി സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുന്നു. നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇപ്പോഴെങ്കിലും ഈ ലഞ്ച് ടൈം എത്തിയോ? അതായത് ഈ ടാറ്റ മോട്ടോർ ഹബ്, ഹീറോ മോട്ടോർ, ബജാജ് ഓട്ടോ, ഹൈന്ദ്ര ഇതുപോലത്തെ കമ്പനികളിൽ കൺസിഡർ ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് സർ. ഇപ്പോൾ ഞാൻ പറയുന്ന കറക്റ്റായ സമയത്തിൽ ഞാൻ പറഞ്ഞിരുന്ന നിങ്ങൾ ഈ കമ്പനിയിലേക്ക് കറക്റ്റായ ഇതിൽ വാങ്ങിയിരിക്കും. ഇപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതല്ലാതെ വേറെ ഓപ്ഷൻ അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാർ സെയിൽസ് ഒന്നും ഇമ്പ്രൂവ് ആകത്തില്ല. സർ, ഈ ഷെയറിനെ ഒരുപാട് ദിവസം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു സർ. IEX എന്ന ഷെയറിനെ കുറിച്ച് ചോദിക്കുന്നു സർ. ഈ ഷെയറിനെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ പറഞ്ഞാൽ നന്നായിരിക്കും സർ. സർ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഇന്നൊരാൾ ചോദിച്ചിരിക്കുന്നു, ഞാൻ TCSൽ വർക്ക് ചെയ്യുന്നു, കർണാടക ബാങ്കിൽ അക്കൗണ്ട് വെച്ചിരിക്കുന്നു,
ഞാൻ ബജാജ് ഫിനാൻസിൽ കടം വാങ്ങിയിരിക്കുന്നു. ഫണ്ടമെന്റൽ അനാലിസിസ് പടി നോക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ ഞാൻ വാങ്ങുന്നു എന്ന് വെച്ചാൽ TCS ഷെയർ, കർണാടക ബാങ്ക് ഷെയർ, ബജാജ് ഫിനാൻസ് ഷെയർ. ഈ 3 ഞാൻ കൺസിഡർ ചെയ്യാമോ? ഇതെന്ന് വെച്ചാൽ എനിക്ക് ശമ്പളം തരുന്നത് TCS. ആ ശമ്പളത്തിന് വഡി എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകുന്നത് ബജാജ് ഫിനാൻസ്. ആ കാശിന് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് കർണാടക ബാങ്ക്. ഇതിനെ നിങ്ങൾ എങ്ങനെ നോക്കുന്നു സർ? TCS ആൻഡ് കർണാടക ബാങ്ക് കൺസിഡർ ചെയ്യാം, വാല്യൂ കറക്റ്റ് ആയിരിക്കുന്നു. ബട്ട് ബജാജ് ഹോം ഫൈനാൻസ് വളരെ കോസ്റ്റ്ലി ആണ്. സർ, ഈ ഗോൾഡ് റേറ്റ് കയറിക്കൊണ്ടിരിക്കുന്ന കാരണം എല്ലാവരും ഗോൾഡ് ബേസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോമിലും പോയി ഗോൾഡ് ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു സർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഗോൾഡ് ബേസിനും ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലത്തെ ഒരു സിറ്റുവേഷൻ വരുമോ ഒരു വീവറാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ സ്വർണം വാങ്ങാൻ പറ്റൂല എന്നതും കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് ബീസ് എന്നത് ഇറ്റ്സ് ഫിസിക്കലി കൺവേർട്ടഡ് ടു ഗോൾഡ്. ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുന്നതില്ല. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് ഗോൾഡേ അല്ല. ഇത് ആക്ച്വലായിട്ട് ഗോൾഡിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഇട്ട് ഗവൺമെൻറ് കടം വാങ്ങി ചെലവ് ചെയ്തു. ഇപ്പോൾ ടാക്സ് റവന്യൂവിലിരുന്ന് തിരികെ തരുന്നു. ഗോൾഡ് ബീസിന് ഈക്വലൻ്റ് ആയിട്ട് ഗോൾഡ് വന്നിട്ട് വാൾട്ടിലിരിക്കും. ഗോൾഡ് ബീസ് വന്നിട്ട് നോട്ട് എ ബോറോയിങ്. ഇത് ബൈയിങ് ഗോൾഡ് ഓൺ ബിഹാഫ് ഇറ്റ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് ആണ്. അത് വന്നിട്ട് ഗവൺമെൻറ് വന്ന് ഗോൾഡിൽ കടം വാങ്ങി കാശിനെ ചെലവ് ചെയ്തു. ഇപ്പോൾ തിരികെ കൊടുക്കണം, അതാണ് കാര്യം. സർ, അടുത്ത ചോദ്യം വിനോദ് സൗന്ദരരാജൻ എന്ന ആള് ചോദിച്ചിരിക്കുന്നു. നല്ല ബോണ്ട്, സേഫായ ബോണ്ട് ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞ നന്നായിരിക്കും. 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു. എനിക്ക് മാസം ഒരു 30,000 രൂപ പാസീവ് ഫണ്ട് വേണം. വിനോദ് സൗന്ദരരാജൻ, വിനോദ് ശ്രീനിവാസൻ കോൺടാക്ട് ചെയ്യൂ. അപ്പോൾ അതിന് നല്ല ബോണ്ട് പറയും. വിനോദ് ശ്രീനിവാസന്റെ പ്രൊഫൈലിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇരിക്കുന്നു. അതിനെ ഫിൽ ചെയ്ത് വിട്ടെങ്കിൽ അവർ തിരികെ അതിന് ബദൽ തരും. സർ, അടുത്തതായിട്ട് ഹോൾഡിംഗ് കമ്പനിയെ കുറിച്ച് സാർ ഒപ്പീനിയൻ എന്താ ഒരു വീവർ ചോദിച്ചിട്ടുണ്ട്. TVS ഹോൾഡിംഗ്സിന്റെ PE റേഷ്യോ വന്ന് 20 ഇരിക്കുന്നു. ഇത് ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ചീപ്പ് എന്ന് പറയുമോ ഇല്ല കോസ്റ്റ്ലി എന്ന് പറയുമോ? ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് പോകുന്നത് ബദലായിട്ട് അതിന്റെ മറ്റേ കമ്പനിയിൽ ഡയറക്റ്റായി ഇൻവെസ്റ്റ് ചെയ്യാമോ? എപ്പോഴും ഒരു ഡിസ്കൗണ്ട് ഇരിക്കും ഹോൾഡിംഗ് കമ്പനിയിൽ. ഇന്ന് ഹോൾഡിംഗ് കമ്പനി കയറാനും സമയമെടുക്കും. ഇപ്പോൾ സഡനായിട്ട് ടാറ്റയുടെ ഹോൾഡിംഗ് കമ്പനി ലിസ്റ്റഡ് കമ്പനി കയറിയിരിക്കുന്നു, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കമ്പനിയെക്കുറിച്ച് അറിയണം ആൻഡ് അതിൻ്റെ ലിറ്റിൽ റൈസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിയാതെ നിങ്ങൾ ഇതുപോലത്തെ കമ്പനിയിൽ പോയി മാറ്റിയെങ്കിൽ അത് കഷ്ടമാണ്. ഇത്രയും ദിവസം കയറാതെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇപ്പോൾ എന്തുകൊണ്ട് കയറിയെന്ന് വെച്ചാൽ, ഒന്ന് ടാറ്റ ക്യാപിറ്റലിൻ്റെ പബ്ലിക് ഇഷ്യൂ, രണ്ടാമത് ഈ കമ്പനി തന്നെ ഈ 10 രൂപ ഷെയറിന് 1 രൂപ ഷെയറായി മാറ്റുന്നു. ഇത് കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഹോൾഡിംഗ് കമ്പനിയാണ്. ഹോൾഡിംഗ് കമ്പനി വിൽ ബി ആൾവേസ് ഓൺ ദ ഡിസ്കൗണ്ട്. ഇപ്പൊ അടുത്തത് ഗോപാലകൃഷ്ണൻ എന്ന ആള് ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ IT ബേസിനെ കൺസിഡർ ചെയ്യാമോ അല്ല IT കമ്പനി ഷെയർസിനെ കൺസിഡർ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ IT കമ്പനിയിൽ ഒരു വലിയ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയാം. ഇത് കാരണം ഇപ്പൊ ഇറങ്ങാമോ വേണ്ടാമോ എന്നൊരു പേടിയുണ്ട്. ഇതിന്റെ ബദലായിട്ട് നമ്മൾ IT ബേസിൽ ഇട്ടുകൊണ്ട് മിണ്ടാതിരിക്കാമോ എന്നാണ് അവരുടെ ചോദ്യം. ഡെഫിനറ്റാ ചെയ്ത IT-യിൽ ഇടുന്നത് നല്ലതാണ്. TCS, വിപ്രോ, ഇൻഫോസിസ്, HCL ആർ എ ഗുഡ് ബെറ്റ്. കൊണ്ട് ഈ കമ്പനി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ IT ബേസിന് നിങ്ങൾ ലോയർ കോസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. അടുത്തത് ബാലാജി ചിദംബരം എന്നാൾ ചോദിച്ചിരിക്കുന്നു. അബ്രോഡിൽ ടൊയോട്ട മോട്ടോഴ്സിന്റെ ബൈയിങ് റേഞ്ച് എന്താണ്? അങ്ങനെ തന്നെ ഞാൻ വാങ്ങിയാലും അതിനെ ഒരുപാട് കൊല്ലത്തിന് വച്ചിരിക്കണമാ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ തിരികെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. വിനോദ് ശ്രീനിവാസന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇരിക്കുന്നു, അതിൽ ഫിൽ ചെയ്ത് അയച്ചോ. സർ, ഈ പട്ടാസ് ലിസ്റ്റിന് അപ്ഡേറ്റ് ചെയ്ത് പുതിയ ലിസ്റ്റ് കൊടുക്കുമോ ഈ ദീപാവലിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം, ദീപാവലി വരട്ടും, മാർക്കറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം, അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കാം. സ്വർണത്തിന്റെ വില ഓൾറെഡി ഒരു 11,000 രൂപ നെരുങ്ങിയായി. 1950 രൂപ 1 ഗ്രാം റേഞ്ചിലിരിക്കുന്നു. ഇപ്പൊ സ്വർണ്ണക്കടയൊക്കെ നോക്കുമ്പോൾ കൂട്ടം ഭയങ്കര കൂടുതലായിട്ടാണ് ഇരിക്കുന്നു. നാളെ സ്വർണം കിട്ടത്തില്ലയോ എന്ന ഒരു പേടിയിൽ ജനങ്ങൾ വന്നതുപോലെ കൂട്ടമാണ് ഗോൾഡ് സ്വർണ്ണക്കടയിൽ ഇപ്പം നമ്മൾ നോക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കുന്ന ഇല്ല, ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്ന ഒരു തോട്ട് എല്ലാവർക്കും ഇരിക്കുന്നു. 10,000 രൂപ വരെ വന്നായി. ആനന്ദ് സാർ അപ്പോഴത്തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ മിസ് ചെയ്യരുത്. അങ്ങനെ എന്ന് പോകുന്ന അല്ല, ഇതൊരു വെറും പാനിക് ബൈയിങ് തന്നെയാണ് സാർ. 10,000 രൂപയ്ക്ക് മേൾ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞതുപോലെ 10 കൊല്ലം കഴിഞ്ഞ് 20,000 രൂപയ്ക്ക് പോകും. ഇത് നിങ്ങൾ പതിയെ അക്യുമുലേറ്റ് ചെയ്യണതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. സ്വർണ്ണൻ്റെ തന്നെ റേറ്റ് കുറയണമെങ്കിൽ ഒരേ ഓപ്ഷൻ തന്നെ, അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കയറണം. ഒരു പ്രാവശ്യം പാൽ വാൾക്കർ തന്നെ ചെയ്തായിരുന്നു. ഇപ്പോൾ വാൾക്കർ ഇല്ല. വാൾക്കറിനെ പോലെ ആൾക്കാരെ ട്രംപ് ഇടത്തില്ല. 3 വർഷത്തിന് ട്രംപ് ഇരിക്കും. ട്രംപിൻ്റെ ശേഷം യാർ പ്രസിഡൻ്റ് ആവായിരുന്നു. ട്രംപിൻ്റെ ഫെഡറൽ റിസർവ് ടേം തീർന്ന് ആരാ പ്രസിഡൻ്റായിട്ട് ഇടുന്നു അപ്പോൾ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അതിന് 4-5 വർഷം ഇരിക്കുന്നു.
അതിൻ്റെ അകത്ത് സ്വർണ്ണ റോക്കറ്റിൽ കയറി പറന്നു പോകും. നന്ദി സർ, ഇത്രയും തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾ. താങ്ക്സ് ഫോർ ദ ടൈം സർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.